ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്ത് വന്നുകൊണ്ടിരുന്നു എന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണത്. കാലാകാലങ്ങളായി ഇതര രീതിയിൽ, പല രീതികളിൽ ദൈവ മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്നു എന്ന് നമുക്ക് ബൈബിൾ വായനയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാ മനുഷ്യരോടും ദൈവം ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇടപെടുന്നുണ്ട്. അത് ഒരു പ്രത്യേക ജനതയോട് മാത്രമല്ല, ലോകത്ത് പിറന്നു വീണ സുബോധമുള്ള സകല മനുഷ്യരോടും ദൈവം ഏതെങ്കിലുമൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അഥവാ ദൈവം അങ്ങനെ സംസാരിക്കാൻ നിർബന്ധിതനാണ്. കാരണം ബൈബിൾ പറയുന്നു ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഏതെങ്കിലും ഒരു ജനതയോട് പ്രത്യേക പ്രീതിയോ അനുകമ്പയോ മനസ്സലിവോ ഒന്നും ഉണ്ട് എന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ അബ്രഹാമിനോടും അബ്രഹാമിൻ്റെ രക്തത്തിൽ പിറന്ന ജനതയോടും, അതായത് യഹൂദനോടും ഒരു പ്രത്യേക സ്നേഹവും കരുണയും ദൈവമൊക്കെ ദൈവം കാണിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാമെന്ന് മാത്രമല്ല, അതൊരു വസ്തുതയാണ് എന്ന് ബോധ്യപ്പെടുന്ന പല രംഗങ്ങളും പഴയ നിയമത്തിൽ നമുക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് യഹൂദന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സംഭവങ്ങളും അതിന് നമുക്ക് ഉത്തരം നൽകുന്നുമുണ്ട്. ദൈവത്തിന് അങ്ങനെ ഒരു പ്രത്യേക അടുപ്പം യഹൂദ ജനതയോട് ഉണ്ടെന്ന് തോന്നുന്ന സംഭവ വികാസങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് നിഷേധിക്കാനാവില്ല. പക്ഷേ ദൈവത്തിന് അങ്ങനെ ഒന്ന് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് പുതിയ നിയമ എഴുത്തുകളിൽ നിന്നാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ എഴുത്തുകാർ യഹൂദന്മാരാണല്ലോ ബഹുഭൂരിപക്ഷം ആളുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതാനുഭവങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ പഴയ നിയമത്തെ ആളുകളിൽ, പ്രത്യേകിച്ച് ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട് പ്രവാചക പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ അനുഭവിച്ച ദൈവത്തിൻ്റെ ഇടപെടലുകളും കരുതലുകളും ഒക്കെ തന്നെയാണ് ആ പുസ്തകത്തിലെ പ്രധാന എഴുത്തുകൾ. അപ്പോൾ സ്വാഭാവികമായും ബൈബിൾ വായനയിൽ യഹൂദനോട് ദൈവത്തിന് പ്രീതി ഉണ്ട് എന്ന് തോന്നാനുള്ള സാധ്യത വായനക്കാരന് വളരെ കൂടുതലാണ്. എന്നാൽ ബൈബിളിൻ്റെ ഉള്ളടക്കം നാം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു വളരെ കൃത്യമായ സന്ദേശം എല്ലാ വായനക്കാർക്കും, എല്ലാ ജനതയ്ക്കും വേണ്ടി നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളതാണ്. എല്ലാവരോടും ദൈവത്തിൻ്റെ സമഭാവമാണുള്ളത്, സമാന ചിന്താഗതിയാണുള്ളത്. എല്ലാവരോടും ദൈവത്തിന് തുല്യമായ അടുപ്പവും സ്നേഹവും ഉണ്ട്. ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവസ്നേഹത്തിൻ്റെ ആൾരൂപമായിരുന്നു ക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരെയും ദൈവം തുല്യമായിട്ടാണ് സ്നേഹിക്കുന്നത്. ആരോടും പ്രത്യേക മമതയൊന്നും ദൈവം കാണിക്കാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഭക്തന്മാരോട് ദൈവം എപ്പോഴും സംസാരിക്കാറുണ്ട്. സുതാര്യമായ ആത്മബന്ധമുള്ള വ്യക്തികളോട് ദൈവം എപ്പോഴും സംസാരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ മര്യാദകളുമായി അടുപ്പം കാണിക്കുന്നവരോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് കൂടുതൽ അനുഭവങ്ങൾ സമ്പാദിക്കാൻ മനസ്സ് കാണിക്കുന്നവരോട് ദൈവം സംസാരിക്കാറുണ്ട്. കാരണം അവരിലൂടെ ലോകത്തോട് സംവാദിക്കുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, ദൈവത്തിൻ്റെ ആശയവിനിമയ രീതിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം അങ്ങനെ വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്.
ഇന്നും ഇതര മതങ്ങളിലുള്ള ആളുകളുമായിട്ടും സത്യദൈവം, ജീവനുള്ള ദൈവം, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സംസാരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ബൈബിൾ വിശ്വസിക്കുന്നവരോട് മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്, ബൈബിൾ വിശ്വസിക്കാത്തവരോടും ദൈവം സംസാരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ സകല മനുഷ്യരും അറിയണം എന്ന് ഉള്ളതുകൊണ്ടും ദൈവം സകലരോടും രക്ഷ സംബന്ധിച്ച് അറിയിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടും ദൈവം എല്ലാവരോടും എല്ലാ കാലത്തും സംസാരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം മനുഷ്യനിൽ ദൈവം തിരയുന്നത് സുബോധമാണ്, തിരിച്ചറിവിൻ്റെ ഒരു മനസ്സ്. അതാണ് എല്ലാവരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തിരിച്ചറിവിലേക്കും സുബോധത്തിലേക്കും ഒരു മനുഷ്യനെ നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വിശുദ്ധ ബൈബിളിനാണ്. ബൈബിളിൻ്റെ എഴുത്തുകൾ മനുഷ്യൻ്റെ ബൗദ്ധിക ലോകത്തെ വിശാലമാക്കുന്നതാണ്. അവരുടെ ചിന്താധാരയെ ഏറ്റവും സുതാര്യമാക്കുന്നതാണ്, ചിന്താഗതിക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. അതുകൊണ്ട് ബൈബിൾ വായന ഏതൊരാൾക്കും, അത് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. രാജ്യാന്തരങ്ങളിൽ ഈ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം എത്തിക്കുന്നതിൽ മിഷണറിമാർ വഹിച്ച പങ്ക് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതിൻ്റെ ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗം എന്ന നിലയിലാണ്. കാരണം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈ സത്യം അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് കൊടുത്ത അന്ത്യകൽപ്പനയിൽ പറഞ്ഞത്, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുക. കാരണം ഇത് സകലരും അറിയേണ്ട കാര്യമാണ്, എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ് എന്നല്ല, സകലരും അറിയേണ്ട കാര്യമാണ്. ആ അറിവിലൂടെ നിങ്ങൾക്ക് സുബോധമുണ്ടാകുകയും സുതാര്യമായ ഒരു ആത്മബന്ധം ദൈവവുമായിട്ട് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ അവസരമുണ്ടാകുകയും ചെയ്യുകയാണ്. ഇതൊരു വ്യക്തിപരമാണ്, ഏതെങ്കിലും ഒരു മതത്തിൽ ചേർക്കുന്നതിന് ഭാഗമല്ല. ക്രിസ്തീയത എന്ന് പറയുന്നത് ആധികാരികമായി പഠിക്കുമ്പോൾ അതൊരു മതമല്ല, വ്യക്തി ദൈവത്തോട് അടുക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. ആ മാർഗത്തെയാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. നിർഭാഗ്യവശാൽ അതൊരു മതമാക്കിയെടുക്കാൻ ആളുകൾ, പ്രത്യേകിച്ച് ആദിമ സഭകൾ അത്തരം ഒരു പ്രവണത കാണിച്ചില്ലെങ്കിലും പിന്നീട് വന്നിട്ടുള്ള AD 3-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പല സഭകളും അത്തരം കാര്യങ്ങൾ ഒരു മതം എന്ന നിലയിൽ ഇതിനെ ലോകത്ത് ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചതിൻ്റെ പല അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു മതമല്ല, മതവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു രീതികളും ബൈബിളിൻ്റെ എഴുത്തുകളിലില്ല, പുതിയ നിയമത്തിൻ്റെ എഴുത്തുകളിലില്ല. അത്തരം ഒരു അടയാളപ്പെടുത്തലിൻ്റെ യാതൊരു സാധ്യതകളും ഈ എഴുത്തുകളിൽ കാണുന്നില്ല. വ്യക്തികളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക, അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ക്രിസ്തുവിലൂടെ മനുഷ്യൻ ലഭ്യമാകുന്ന കൃപയെയും ദയയെയും കരുണയെയും അതിലൂടെ ദൈവം നമുക്ക് സമ്പാദിച്ചു നൽകുന്ന നിത്യതയും സംബന്ധിച്ചുള്ള ബോധ്യമുണ്ടാക്കൽ മാത്രമാണ്, വ്യക്തിപരമായ അടുപ്പം മാത്രമാണ് ഓരോരുത്തർക്കും ദൈവമായിട്ടുള്ളത്. അതിന് സഭ ഒരു തരത്തിലും കാരണമല്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സഭയും ഒരു സംഘടിത രീതികളും കർത്താവിൻ്റെ സഭയുമായിട്ട് യാതൊരു ബന്ധവുമുള്ളതല്ല എന്നത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അത് ബൈബിൾ നമുക്ക് നൽകുന്ന ഏറ്റവും കൃത്യമായ സൂചനയാണ്. ഒരു നേർ ചിത്രം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ദൈവത്തിന് അത്തരം പ്രസ്ഥാനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം. ബന്ധമില്ലാത്തത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് ശരീരവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചത്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നമ്മുടെ ശരീരം എന്നത് നമ്മുടെ വ്യക്തിപരമാണ്. ആ ശരീരം മാത്രമാണ് ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത്. അതിൻ്റെ സംശുദ്ധമായ പ്രവർത്തനത്തിന് സഹായകരമായ എല്ലാത്തരം പ്രവണതകളും നമ്മളിൽ നിന്ന് വെളിയിൽ വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട്, മനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ദൈവത്തിൻ്റെ സഭ നിലകൊള്ളുന്നത് എന്ന സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കെട്ടിടമല്ല, അത് കൂടി വരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു സഭ നിർവചിക്കപ്പെടേണ്ടതില്ല. ക്രിസ്തുവിൻ്റെ സഭ, ശരീരമാകുന്ന സഭ നിർവചിക്കപ്പെടേണ്ടതില്ല. ഗോഡ് ബ്ലസ് യു. വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് വരാം.